ഓം ശാന്തി. 22/12/2023. ഇന്നത്തെ മുരളിയുടെ മെയിൻ പോയിന്റ്സ്. മധുരമായ കുട്ടികളെ, നിങ്ങളുടെ അവ്യഭിചാരി സ്നേഹം ഒരു ബാബയോടൊപ്പം യോജിക്കുന്നത് എപ്പോഴാണോ ബുദ്ധിയോഗം ദേഹം ഉൾപ്പെടെ ദേഹത്തിൻ്റെ എല്ലാ സംബന്ധങ്ങളിൽ നിന്നും മുറിയുമ്പോഴാണ്. ഒരേ ഒരു ബാബയെ മാത്രം ഓർമ്മിക്കുക. ഇതിനെയാണ് അവ്യഭിചാരി ഓർമ്മ എന്ന് പറയുന്നത്. അവ്യഭിചാരി ഓർമ്മയ്ക്ക് അവ്യഭിചാരി സ്നേഹം ആവശ്യമാണ്. അവ്യഭിചാരി സ്നേഹമെന്നാൽ ഒരേ ഒരു ബാബയോടാണ് നമ്മളുടെ എല്ലാ സ്നേഹവും ഉള്ളത്. എന്നാൽ ഇങ്ങനെ ബാബയെ മാത്രം സ്നേഹിക്കുന്നതിന് നമ്മളുടെ ബുദ്ധിയുടെ കണക്ഷൻ ഈ ശരീരം ഉൾപ്പെടെ ശരീരത്തിൻ്റെ എല്ലാ ബന്ധങ്ങളിൽ നിന്നും മുറിഞ്ഞിരിക്കണം. അതായത് ഡിസ്കണക്റ്റഡ് ആയിരിക്കണം. ലോകത്തിലെ ആത്മാക്കൾ ഉൾപ്പെടെ എല്ലാം തന്നെയും തമോപ്രധാനമാണ്. തമോപ്രധാനമായതിനെ ഓർക്കുന്നതിലൂടെ നമ്മൾക്കും ഒരു പ്രയോജനവും ഉണ്ടാകുന്നില്ല, ഒരു ഉന്നതിയും ഉണ്ടാകുന്നില്ല. എന്നാൽ ബാബ മാത്രമാണ് ഏറ്റവും ഉയർന്നത്, എവർ പ്യോർ ആയിട്ടുള്ളത്. അങ്ങനെയുള്ള ബാബയെ ഓർമ്മിക്കുന്നതിലൂടെ നാം സ്വയം പവിത്രമായി തീരുന്നു. മറ്റുള്ളവർക്കും പവിത്രമാകുന്നതിന് ഒരു സാമ്പിളായി തീരുന്നു. ചോദ്യം: നിങ്ങൾ കുട്ടികളുടെ മത്സരം ഏതാണ്? ഈ മത്സരത്തിൽ മുന്നേറാനുള്ള ആധാരം എന്താണ്? ഉത്തരം: നിങ്ങളുടെ മത്സരമാണ് പാസ് വിത്ത് ഓണർ ആകുന്നതിന്, അതായത് ബഹുമതിയോടെ പാസ്സാകുന്നതിന്. ഈ മത്സരത്തിൻ്റെ ആധാരമാണ് ബുദ്ധിയോഗം. ബുദ്ധിയോഗം എത്ര ബാബയുമായിട്ടുണ്ടാകുമോ അത്രയും പാപം നശിക്കും. ഒപ്പം അചഞ്ചലവും അഖണ്ഡവും സുഖശാന്തിയും നിറഞ്ഞ രാജ്യം 21 ജന്മത്തേക്ക് പ്രാപ്തമാകും. ഇതിനായി ബാബ നിർദ്ദേശം തരികയാണ്: കുട്ടികളെ, നിദ്രയെ ജയിക്കുന്നവരാകൂ. ഒരു നാഴിക അരനാഴികയും ഓർമ്മിച്ചോർമ്മിച്ച് ഈ ഒരു ശീലം വർദ്ധിപ്പിക്കൂ. ഓർമ്മയുടെ റെക്കോർഡ് വയ്ക്കൂ. ബാബ നമ്മൾ കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ പഠിത്തം പഠിക്കുകയാണ്. ഈ പഠിത്തത്തിൻ്റെ ലക്ഷ്യം എന്നത് പാസ് വിത്ത് ഓണർ, അതായത് ബഹുമതിയോടെ പാസ്സാകുക എന്നതാണ്. ഇങ്ങനെ ബഹുമതിയോടെ പാസ്സാകുന്നതിന് ആധാരമാണ് നമ്മളുടെ ബുദ്ധിയോഗം. ബുദ്ധിയോഗം എന്നാൽ ബുദ്ധിയുടെ കണക്ഷൻ. ബുദ്ധിയുടെ കണക്ഷൻ ഒരു ബാബയുമായിട്ട് ആയിരിക്കണം. വസ്തുക്കളോടോ കാര്യങ്ങളോടോ വ്യക്തികളോടോ ഈ ലോകത്തിലുള്ള എന്തെങ്കിലുമായോ ആണ് കണക്ഷൻ എങ്കിൽ പാപം നശിക്കില്ല. അതുപോലെ വികർമ്മം വർദ്ധിക്കാൻ സാധ്യതയും ഉണ്ട്. എന്നാൽ ബാബയുമായിട്ടാണ് ബുദ്ധിയുടെ കണക്ഷൻ എങ്കിൽ അത്രയും നമ്മളുടെ മേൽ ഉള്ള പാപം നശിക്കുന്നു. ഒപ്പം ഏറ്റവും സുന്ദരമായ, ഏറ്റവും ഉയർന്ന, അഖണ്ഡവും സുഖശാന്തിയും നിറഞ്ഞ അചഞ്ചലമായ വിശ്വരാജ്യം 21 ജന്മത്തേക്ക് നമ്മൾക്ക് പ്രാപ്തമാകുകയും ചെയ്യും. എന്നാൽ ഇപ്രകാരം ബുദ്ധിയോഗം ഒരു ബാബയിൽ മാത്രം വയ്ക്കുന്നതിന് ബാബ പറയുന്നു, നിദ്രയെ ജയിക്കുന്നവർ ആകണം. നിദ്രയെ ജയിക്കുന്നവരെന്നാൽ ഉറങ്ങാത്തവർ എന്നല്ല അർത്ഥം. പകരം ശരീരത്തിന് എത്ര ആവശ്യമുണ്ടോ അത്ര തീർച്ചയായും ഉറങ്ങുക. എന്നാൽ അതിരാവിലെ എഴുന്നേറ്റ് ബാബയെ ഓർമ്മിക്കണം. കാരണം ഏറ്റവും ശക്തമായ സമയമാണ് അമൃതവേള സമയം. അത് 2 മണി മുതൽ 5 മണി വരെയുള്ള സമയമാണ്. ഈ സമയത്ത് എഴുന്നേറ്റ് ബാബയെ ഓർമ്മിക്കുന്നതിലൂടെ ബുദ്ധിയോഗം ക്ലിയറാകുന്നു, സ്പഷ്ടമാകുന്നു, ശുദ്ധമാകുന്നു. അല്പമായി തുടങ്ങി അത് നീട്ടി 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 കൊണ്ടുപോകണം. ഈ ഒരു ശീലം ഉണ്ടാക്കിയെടുക്കണം. നാം എത്ര ഓർമ്മിക്കുന്നു, ഏത് തരത്തിൽ ഓർമ്മിക്കുന്നു, ഏതെല്ലാം രീതിയിൽ ഓർമ്മിക്കുന്നു, എത്ര ഓർമ്മിക്കുന്നു, ഇതിൻ്റെ എല്ലാം കണക്ക് തീർച്ചയായും വെക്കണം.
അതായത് ചാർട്ട് നോക്കണം. ഇതിലൂടെ നാം എത്ര ഉയരുന്നു, ഏത് ദിശയിലേക്ക് പോകുന്നു എന്നത് അറിയാൻ സാധിക്കുന്നു. ഗീതം: നാം ഒരിക്കലും അവരിൽ നിന്ന് വേർപിടില്ല, നമ്മളുടെ ഹൃദയത്തിൽ നിന്ന് സ്നേഹവും മാറില്ല. ധാരണയ്ക്കുള്ള മുഖ്യസാരം: ആദ്യത്തെ പോയിന്റ്, അകാല മൃത്യുവിൽ നിന്ന് മോചിതരാകുന്നതിന് എല്ലാവർക്കും പ്രാണദാനം നൽകുന്ന സേവനം ചെയ്യണം. രാവണ സമ്പ്രദായങ്ങളെ രാമസമ്പ്രദായമാക്കി മാറ്റണം. രണ്ടാമത്തെ പോയിന്റ്, ഹൃദയത്തിൻ്റെ സ്നേഹം ഒരു ബാബയോട് ആയിരിക്കണം. ബുദ്ധിയോഗത്തെ അലയിക്കരുത്, നിദ്രയെ ജയിച്ച് ഓർമ്മയെ വർദ്ധിപ്പിച്ചുകൊണ്ടുവരണം. ഒന്നാമത്തെ പോയിന്റിൽ ബാബ പറയുന്നു, അകാല മൃത്യുവിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് മറ്റുള്ളവർക്ക് പ്രാണദാനം നൽകുന്ന സേവനം ചെയ്യണം. ലോകത്തിലുള്ളവർ കഷ്ടപ്പെടുകയാണ്, ആശയക്കുഴപ്പത്തിലാണ്. അവർക്ക് ജ്ഞാനദാനം നൽകുന്നതിലൂടെ പുതുജീവിതം ലഭിക്കുന്നു. ഈ സേവനം തീർച്ചയായും ചെയ്യണം. ഒപ്പം രാവണ സമ്പ്രദായത്തെ രാമസമ്പ്രദായമാക്കി മാറ്റണം. രണ്ടാമത്തെ പോയിന്റിൽ ബാബ പറയുന്നു, ഹൃദയത്തിൻ്റെ സ്നേഹം എപ്പോഴും ബാബയോടായിരിക്കണം. ആരോടാണോ ഹൃദയം കൊണ്ട് സ്നേഹമുള്ളത് അവരെയാണ് നാം ഓർമ്മിക്കുന്നത്. നാം തീർച്ചയായും ഓർമ്മിക്കേണ്ടത് ബാബയെയാണ്. അതിനാൽ നമ്മളുടെ ഹൃദയത്തിൻ്റെ സ്നേഹം ബാബയോടായിരിക്കണം. ബുദ്ധിയോഗത്തെ വ്യക്തികളിലോ പദാർത്ഥങ്ങളിലോ വൈഭവത്തിലോ അലയിക്കരുത്. ഒപ്പം നിദ്രയെ ജയിച്ച് ഓർമ്മയെ വർദ്ധിപ്പിക്കുന്നതിനുള്ള പരിശ്രമം ചെയ്യണം. വരദാനം: ശ്രീമതമനുസരിച്ച് ശരി ഹസൂർ ചെയ്ത് ഹുസൂറിനെ ഹാജരായി അനുഭവിക്കുന്ന സർവപ്രാപ്തി സമ്പന്നരായി ഭവിക്കട്ടെ. ആരാണോ ഓരോ കാര്യത്തിലും ബാബയുടെ ശ്രീമതമനുസരിച്ച് ശരി ഹസൂർ, അതായത് ശരി യജമാനൻ എന്ന് പറയുന്നത്, ആ കുട്ടികൾ ശരി യജമാൻ അല്ലെങ്കിൽ ശരി ഹജൂർ എന്ന് പറയുന്നതും ബാബ ആ കുട്ടികളുടെ മുന്നിൽ ഹാജരാകുന്നു. എപ്പോഴാണോ ഹുസൂർ അല്ലെങ്കിൽ യജമാനൻ ഹാജരാകുന്നത് അപ്പോൾ അവർക്ക് ഒരു കാര്യത്തിലും ഒരു കുറവും ഉണ്ടാകില്ല, സദാ സമ്പന്നരായിരിക്കും. ദാതാവും ഭാഗ്യവിധാതാവും രണ്ടിൻ്റെയും പ്രാപ്തിയുടെ ഭാഗ്യത്തിൻ്റെ നക്ഷത്രം മസ്തകത്തിൽ തിളങ്ങാൻ തുടങ്ങും. ബാബയുടെ ശ്രീമതമനുസരിച്ച് നമ്മൾക്ക് എന്ത് നിർദ്ദേശം ലഭിക്കുന്നുവോ, സേവനത്തിൻ്റെ അവസരം ലഭിക്കുന്നുവോ, പുരുഷാർത്ഥത്തിൻ്റെ നിർദ്ദേശം ലഭിക്കുന്നുവോ അതിന് നാം ശരി ഹുസൂർ അല്ലെങ്കിൽ ശരി യജമാനൻ എന്ന് പറയുമ്പോൾ സ്വയം യജമാനൻ, അതായത് ബാബ നമ്മളുടെ ഒപ്പം വന്ന് നിൽക്കുന്നു. അതിൻ്റെ അനുഭവവും നമ്മൾക്കുണ്ടാകും. ഇങ്ങനെയുള്ള കുട്ടികളുടെ കൂടെ സ്വയം ഭഗവാൻ എപ്പോഴും ഉണ്ടായിരിക്കുന്നത് കൊണ്ട് അവർക്ക് ഒരു കാര്യത്തിൻ്റെയും ഒരു കുറവും അനുഭവപ്പെടില്ല, സദാ സമ്പന്നമായിരിക്കും. സ്വയം ദാതാവും ഭാഗ്യമുണ്ടാക്കുന്നവനുമായ ബാബ ഒപ്പമുണ്ട് എങ്കിൽ അവർക്ക് ഈ രണ്ട് പ്രാപ്തികളുടെയും ഭാഗ്യം എപ്പോഴും തിളങ്ങിക്കൊണ്ടിരിക്കും. സ്ലോഗൻ: പരമാത്മാ സമ്പത്തിൻ്റെ അധികാരിയായിരിക്കൂ, എങ്കിലൊരിക്കലും അധീനത വരില്ല. ഓം ശാന്തി.